നമസ്കാരം, ഞാൻ ജ്യോതിഷൻ മനോജ് കളരിക്കൽ. ഇന്ന് സമൂഹം ഏറ്റവും അധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് അവരുടെ ബിസിനസ്സിലെ തകർച്ചയാണ്. ബിസിനസ്സിലെ തകർച്ച എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും ഒട്ടുമില്ലാതെ വരുമ്പോൾ ആ നേരത്ത് ഈശ്വരന്റെ പിന്നാലെ അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ എന്ത് ചെയ്യും ദൈവമേ അന്വേഷിച്ച് ഉള്ള ദൈവങ്ങളുടെ അടുത്ത് പോക്കും, ജ്യോതിഷം എന്ന് കാണലും കർമ്മങ്ങൾ ചെയ്യലും എല്ലാം ആയി അവരങ്ങനെ നീങ്ങും. പക്ഷെ അവർക്കുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആ നേരത്ത് അവർക്ക് ആൾക്കാരായിട്ട് ഒരുപാട് ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഈശ്വര ധ്യാനം ഇല്ലാത്തതുകൊണ്ട്, നാമജപം ഇല്ലാത്തതുകൊണ്ട് അവര് ആ കുഴിയിൽ നിന്ന് എനിക്കില്ല. ഇപ്പൊ വീഴ്ച വരുമ്പോൾ ഏത് ഈശ്വരനെ വിളിച്ചാലും വരില്ല. അപ്പൊ തീർച്ചയായും അത് തുടക്കത്തിലേ തന്നെ ഏത് കർമ്മങ്ങൾ തുടങ്ങുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ജ്യോതിഷനെ കണ്ട് ഞാൻ ഇന്ന കർമ്മം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, ഇതിന്റെ പുരോഗതിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള പൂർണ്ണമായും ഒരു 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 ചെറിയൊരു അറിവ് കിട്ടിയതിന് ശേഷമാണ് ഏറ്റവും ഫസ്റ്റ് അറിയേണ്ടത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് ഈ സൂക്ഷ്മമായ ഒരു ഭാഗം തന്നെയുണ്ട് നമ്മുടെ പിന്നിൽ. ആ ഭാഗത്തിനെ സന്തോഷിപ്പിച്ച് ഈശ്വര ചൈതന്യം നമ്മളെ ഷോപ്പിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ വരുത്തക്ക രീതിയിൽ ആ ഗ്രഹങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ, അത് മാത്രമല്ല നിരന്തരമായി നല്ല നല്ല സേവനങ്ങൾ ചെയ്യുക, നല്ല നല്ല പ്രാർത്ഥന ഉണ്ടാവുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു വെളിച്ചം പോലെ ഓരോ ദിവസവും നാൾക്ക് നാൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി, ഒരു ബിസിനസ് അത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് അവസാന നേരത്ത് ബിസിനസ് തകരുമ്പോൾ ഈശ്വരനെ പോയി വിളിച്ചു, കുറെ വഴിപാട് ചെയ്തു, കുറെ അന്നദാനം നടത്തി, ഒരു കാര്യമില്ല. അതിന് മുന്നേ ആദ്യം തുടക്കത്തിലെ തന്നെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ബിസിനസ് ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. അതുവരെ എന്ത് ചെയ്താലും നമ്മൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക, ബിസിനസ് കൊണ്ടുനടക്കുന്നതിനെ പറ്റി ഞാൻ പറയാനുള്ളത്. നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും മുന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുമ്പോഴെങ്കിലും ഒരു ജ്യോതിഷനെ കണ്ട് അതിൻ്റെ ഫലങ്ങൾ അറിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ദശ മാറുമ്പോൾ എന്ത് ചെയ്യണം, ആ ദശകൾ മാറുന്നതിനനുസരിച്ച് കയറ്റം ഇറക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ദശാന്തയിൽ നമുക്ക് വീഴാതെ ആ ദശകൾക്ക് അധികമായിട്ടുള്ള ഈശ്വരന്മാരെ സ്വാധീനിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് മുടക്കം കൂടാതെ വരുത്തി വരുമ്പോഴാണ് നമ്മുടെ ആ ബിസിനസ്, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും സന്തോഷകരമാക്കാൻ നമുക്ക് കഴിയുള്ളൂ.